നമസ്കാരം, ദിൽകുഷിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം നോക്കുന്നത് ഒരേ ദിശയിലേക്കാണ്. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026 വേദിയിൽ. പക്ഷേ ഇന്നത്തെ കഥയിൽ ഒരു പേര് മാത്രം, ഒരു സ്വപ്നം, ഒരു പ്രതീക്ഷ. സഞ്ജു സാംസൺ. കേരളത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുയർന്ന ഒരു ശബ്ദം. ക്രിട്ടിസിനെ മറികടന്ന് അവസരങ്ങൾ കാത്തിരുന്നവൻ. ഇന്ന് ലോകം കണ്ടത് അവൻ്റെ ഷോ ആയിരുന്നു. ഇത് സഞ്ജുവിൻ്റെ കംബാക്ക് അല്ല, ഇത് അവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ന് നമ്മളോടൊപ്പം പിസ്റ്റു ബോർഡിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ്. വെൽക്കം അമിത് ആൻഡ് ജെബിൻ. നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് അമിത്. ഞാൻ ഡാലസിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂട്ടുകാർ ദിൽകുഷ് സ്റ്റുഡിയോ ഇവർ നടത്തുന്ന ഒരു പരിപാടിക്ക് എന്നെ വളരെ സൗഹൃദമായിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അതിനുവേണ്ടി ക്രിക്കറ്റ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അനലിസ്റ്റ് ഒന്നുമല്ല, ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും നിങ്ങൾ വെക്കുകയും വേണ്ട. വളരെ സന്തോഷകരമായി സ്വീറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ കൂട്ടുകാരൻ ജെബിൻ കൂടെയുണ്ട്. ഹലോ എവ്രി വൺ. എൻ്റെ പേര് ജെബിൻ. ഞാനും ഡാലസിൽ തന്നെയാണ്. ആൻഡ് ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. ക്രിക്കറ്റ് ഒത്തിരി കാണാൻ താല്പര്യമുള്ള, ഒത്തിരി കളിക്കാൻ ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ കളിക്കാൻ അത്ര കൊള്ളൂന്ന് വെച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിവേസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ വിളിച്ചു. അപ്പം ഇതൊരു ക്രിക്കറ്റാണ് ഞങ്ങളുടെ ജീവിതം. ഈ ജോലിയിലും മറ്റു പരിപാടികളിടയ്ക്ക് ഞങ്ങൾക്ക് ക്രിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം 100 കണക്കിന് ടെൻഷനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷം. ആദ്യമേ ഇവരുടെ ഇന്നിങ്സ് പറയാം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ടാക്ടിക്കലി എവിടെയാണ് അവർ ബെറ്റർ ആയെന്ന് ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വളരെ ഡിഫറൻസ് ഒരു ഇതുണ്ടായിരുന്നു. കാരണം വിക്കറ്റൊന്നും കളയാതെ കുറച്ച് നേരം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോളിംഗ് അറ്റാക്കിനോട് അതൊരു ബിഗ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു. കുറച്ചുകൂടെ അമ്മാര 49-40 റണ്ണിന് പകരം ഒരു 65-70 റണ്ണ് അടിച്ചിരുന്നെങ്കിൽ ഇവിടെ പിന്നെ പിക്ചർ പെർഫെക്റ്റ് വേ. എനിവേസ് ഹെറ്റ്മയറിൻ്റെ വിക്കറ്റാണ് ക്രൂഷ്യൽ. തീർച്ചയായിട്ടും. കാരണം സ്ട്രൈക്ക് റേറ്റ് ഓൾമോസ്റ്റ് 180+ ആയിരുന്നു അല്ലേ? ആ സമയത്താണ് ബുംറയെ കൊണ്ടുവരാൻ നമ്മുടെ സൂര്യകുമാറിന് തോന്നിയത്. ആ ഓവറിൽ 2 വിക്കറ്റാണ് വന്നേക്കുന്നത്. ഒന്ന് സെറ്റ് ബാറ്റ്സ്മാൻ പ്ലസ് ഒരാൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് വന്നേക്കുന്നത്. ആ ഒരു ടാക്ടിക്കിൻ്റെ ബ്രില്യൻസ് എന്നാന്ന് വെച്ചാൽ ഹെറ്റ്മയർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് ദ ടൂർണമെൻറ്റ്. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല പ്ലെയറാണ് ഹെറ്റ്മയർ. പുള്ളീനെ ആ സമയത്ത് നമുക്ക് കിട്ടിയത് കാരണം കൊണ്ട് മാത്രമാണ് ആ സ്കോറ് ഒരു 190s നിന്ന്. ഹെറ്റ്മയറിനെ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 220-230 ആയിരിക്കും നമ്മൾ നോക്കേണ്ടി വരുന്നത്. അത് ഇച്ചിരി പാടായിരുന്നു തന്നെ നമുക്ക് ചേസ് ചെയ്യാൻ വേണ്ടി. വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു പോയിന്റാണ്. അത് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 times ബുംറ ഹിറ്റ്മയറിനെ ഔട്ടാക്കിയിട്ടുണ്ട്. അതൊരു ഫാക്ടറായിട്ട് എപ്പോഴും ഹിറ്റ്മയറിൻ്റെ മനസ്സിൽ കാണും. ഇവൻ എന്നെ ഔട്ടാക്കിയിട്ടുണ്ട്, ഈ പ്രാവശ്യം ഔട്ടാകല്ലേ എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കായിരിക്കും. അല്ല, പുള്ളി നോക്കുമ്പോൾ എന്നെ ബുംറയല്ലേ, ബുംറയുടെ ഏത് ബാറ്റ്സ്മാനാണ് വേണ്ടെന്ന് നോക്കുന്നത്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയത്തുള്ളൂ. പക്ഷേ മാച്ചപ്പ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഹെറ്റ്മയറിനൊരു മാച്ചപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് വെസ്റ്റ് ഇൻഡീസ് ലോസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രിക്ക് ഇൻ ദ ലാസ്റ്റ് 2 overs. ഈ ഹർഷദീപിൻ്റെ അവസാനത്തെ ഓവറും വളരെ ടൈറ്റായിരുന്നു. 5-6 റണ്ണ് പുള്ളി കൊടുത്തിട്ടുള്ളൂ. ആ ഓവറിൽ അവർ അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ പോയത്. 19th ഓവറിനെ കുറിച്ചല്ലേ ജെബി പറയുന്നത്? 19th ഓവർ. ഇനി നമുക്ക് ഇന്ത്യൻ ബാറ്റിങ്ങിലോട്ട് പോകാം. തീർച്ചയായിട്ടും. സോ അഭിഷേക് ശർമ്മ അഗെയിൻ കൺസർവേറ്റീവ്. പുള്ളിയുടെ ഫോം ഇല്ല. പുള്ളി ഹീസ് ട്രൈങ് ടു ഫൈൻഡ് ഫോം. അതെ. സോ ഹീ സ്റ്റിൽ ട്രൈ ടു ഗെറ്റ് എ കപ്പിൾ ഓഫ് ബൗണ്ടറീസ്. ബട്ട് സഞ്ജു സാംസന്റെ അവിടെ ആ ബാക്ക് ബോൺ വാസ് ദർ. കാംനെസ് അല്ലേ, ഏറ്റവും കൂടുതൽ കാമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഈവൻ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേന് സാറിന് ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ആ സ്റ്റാൻസും ആ കോൺഫിഡൻസ് എല്ലാം കണ്ടപ്പോഴത്തേന് എനിക്ക് തന്നെ ആ കാംനെസ് തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് തിലക് വർമ്മയുടെ ആ സ്മോൾ നോക്ക്, അതെ, അതൊരു ബിഗ് ഫാക്ടറായിരുന്നു. കാരണം പ്രഷർ ഒത്തിരി ബിൽഡായി വന്നേനെ. കാരണം മിഡിൽ ഓവേഴ്സ് അല്ലേ ഏറ്റവും കൂടുതൽ വരുന്ന സമയങ്ങളാണ്. ഇഷാൻ കിഷനും പോയി, സൂര്യയും പോയി, ഈ പുള്ളി വന്നു. ആ 11th and 12th ഓവർ 3 റണ്ണ് വെച്ചുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ആ ഓവറിൽ
ആണ് ചേഞ്ചിങ്. ഐ തിങ്ക് മൊമെൻറ്റം അവിടെയാണ്. പക്ഷെ അതിന് ഒത്തിരി ക്രെഡിറ്റ് പോകേണ്ടത് ഒന്ന് സഞ്ജു സാംസണും പിന്നെ തിലക് വർമ്മയ്ക്കും. അതെ, പിന്നെ ഫൈനൽ രണ്ട് നല്ല പ്രഷർ സിറ്റുവേഷനിലാണ് ദുബൈ 2-4 അടിച്ചേക്കുന്നത്. അതൊരു ബിഗ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ, അത് അവിടെ ഒരു ചെറിയൊരു CSK മണം എനിക്ക് രണ്ടുപേരും കൂടെ CSK അവർ ഇനിയും കളിക്കേണ്ടതാണ്. ഒരുമിച്ച് ആ കണക്ഷൻ ഓൾറെഡി വന്നു. ഇനിയിപ്പം നമുക്ക് ഇനി അടുത്ത കപ്പ് എടുത്താൽ മതി. ഫൈനലൊക്കെ പോകുന്നതിന് മുമ്പേ നമുക്ക് സെമി ഫൈനലിനെ കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കാം തീർച്ചയായിട്ടും അല്ലേ. സെമി ഫൈനലിൽ നമുക്ക് വരുന്നത് വാങ്കഡയിലാണ് കളിക്കുന്നത്, അതും ഇംഗ്ലണ്ടായിട്ട്. ഇംഗ്ലണ്ട് അടിപൊളി ഫോമിലാണ്. എന്തെങ്കിലും കൺസേൺ ഉണ്ടോ നിങ്ങൾക്ക്? ഹാരി ബ്രൂക്കിനെ പുള്ളി ഇപ്പം ടൈം ഓഫ് ദ ലൈഫാണ്. കാരണം പുള്ളിയുടെ 100 അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ ഇസ് അൺബിലീവബിൾ. കാരണം ഭയങ്കര ഒരു ടഫ് പിച്ചിലാണ് പുള്ളി അങ്ങനെ കളിച്ചത്. അതെ, ഇപ്പം ആ പുള്ളീനെ നമ്മളെടുത്തിട്ട് വാങ്കഡെ പോലത്തെ ഒരു സ്ഥലത്ത് വെക്കുമ്പം ഭയങ്കര നിർണായകമായിരിക്കും. എക്സ്പ്ലോസീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹാരി ബ്രൂക്ക് ഫോം പിന്നെ സോൾട്ട്, ബട്ട്ലർ, ഹാരി ബ്രൂക്ക് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഇപ്പം ക്ലിക്കായി വരുന്നേ ഉള്ളൂ. സോ അവരുടെ ഒരു മൊമെൻറ്റം അവർക്കും ഉണ്ട്. നമ്മളെ പോലെ തന്നെ അവർക്കും ഒരു മൊമെൻറ്റം ഉണ്ട്. അവർക്ക് they didn't have a good World Cup to begin with, but right now they are also in the beginning to get there. അതെ, നിങ്ങളിപ്പം സൂര്യകുമാർ യാദവിൻ്റെ അല്ലെങ്കിൽ ഗൗതം ഗംഭീറിൻ്റെ പൊസിഷൻ ആണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമോ അതിനകത്ത്? കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവാണ് അതിനകത്ത്. ഞാൻ അതാണെങ്കിൽ അതെ, ദാറ്റ്സ് ദി ഓൺലി ചേഞ്ച്. പിന്നെ ഒത്തിരി എനിക്കൊന്ന് അന്നത്തെ ദിവസത്തെ വേറൊരു നിർണായക കാര്യം ടോസ് ആയിരിക്കും. സോ ദർ ഈസ് എൻ അഡ്വാൻറ്റേജ് ഫോർ ദ ടീം ദറ്റ് പ്ലേസ് സെക്കൻഡ്. സോ അവിടെയായിരിക്കും നമുക്കൊരു ചെറിയൊരു ലക്ക് ഫാക്ടർ വേണ്ടത്. നമ്മൾ ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഡ്സ് ഒത്തിരി കൂടും. ഇന്ത്യൻ ടീം ഈസ് എ ടീം ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് സ്റ്റാർസ്, റൈറ്റ്? അതെ, ഇപ്പോഴും നമുക്ക് വേറൊരു സെറ്റ് ഓഫ് ഇന്ത്യൻ ടീം എടുക്കാം. ഇപ്പം നമുക്ക് ശ്രേയസ് അയ്യറിനെ പറ്റി സംസാരിക്കാം. അങ്ങനത്തെ ഇനിയും ഈക്വലി ടാലന്റഡ് ആൾക്കാർ ഇനിയുണ്ട്. അതെ, സോ there is always somebody going to miss out. That is the harsh truth. സഞ്ജു സാംസന്റെ പറ്റി എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ഹി ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഒറ്റ ഇതുള്ളൂ, നമ്മൾക്ക് അമ്പത്തി റായുഡുക്ക് പറ്റിയ പോലെ ഇവന് പറ്റില്ല എന്നുള്ള ആ ഒരു പേടി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ he got opportunities. Now there is no more choices. ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ചോയ്സ് ഇല്ല, ഇവരെ തന്നെ മുന്നോട്ട് പോകണം. അടുത്ത ഫൈനൽസ് വരെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവനെ കൊണ്ട് കളിപ്പിക്കും. സഞ്ജുവിൻ്റെ 97 എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഇന്ത്യ ചേസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പസ്റ്റ്. ഇതുവരെ ആരും ആ റേഞ്ചിൽ ചേസ് ചെയ്തപ്പോഴത്തേന് അത്രയും കയറി വന്നിട്ടില്ല. എൻ്റെ അറിവിൽ കോഹ്ലി 2 പ്രാവശ്യം 82, 84, ഒന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഒന്ന് പാകിസ്ഥാനെതിരെയും, മെൽബൺ. ഈ 2 കളികളാണ് എൻ്റെ ഓർമ്മയിൽ വന്നേക്കുന്നത്. അതിന് തുല്യമായിട്ടുള്ള ഒരു ചേസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ കളിക്കുന്ന കളിക്കാർ വളരെ കുറവാണ്. അതിൽ ഇതൊരു വലിയൊരു ഫാക്ടറാണ്. സോ സഞ്ജു ഇപ്പം ആ റേഞ്ചിലോട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പം ഇനി പുള്ളിയുടെ പൊസിഷനെ പറ്റി ഡൗട്ടേ ഇല്ല. കാംനെസ് മാത്രമല്ല അതിനകത്തുണ്ടായിരുന്നത്, കുറേ ടാറ്റിക്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സാറിന് എപ്പോഴും പുള്ളി മിസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്ന 6 അടിച്ചു, വീണ്ടും 6 അടിച്ചു, അടുത്ത പന്ത് ഔട്ട്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം എന്തും എൻ്റെ മൈൻഡ് സെറ്റിലായിരിക്കും പുള്ളി അവിടെ ഒന്ന് കളിച്ചേക്കുന്നത്. ഒരു കാര്യം ഡിഫറൻസ് ആയിരുന്നത്, കാരണം പുള്ളി കളിക്കുമ്പോഴെല്ലാം ഈ പ്രാവശ്യം കൂടുതൽ ഫോഴ്സ് അടിച്ച സിക്സസ് കുറവായിരുന്നു ടിപ്പിക്കലി. പിന്നെ വേറൊരു കമൻറ്റേറ്റേഴ്സും അത് പറഞ്ഞു, പുള്ളി 50 അടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളി പിന്നെയും ക്രീസിൽ പോയി ഗാർഡ് എടുത്ത് തിരിച്ച് പിന്നെയും ബാറ്റ് ചെയ്യുന്ന പോലത്തെ പുതിയൊരു ഇന്നിംഗ്. അത് വളരെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന രീതിയിലായി മൈൻഡ് സെറ്റ് അല്ലേ. റൈറ്റ്, അതായത് എനിക്ക് ഇത്രയും നേരം അടിച്ചെല്ലാം തീർന്നു, എൻ്റെ പണി തീർന്നിട്ടില്ല, ഇനിയും ഇവിടുന്ന് പിന്നെയും അടുത്ത ഇന്നിംഗ്. എനിക്ക് തോന്നുന്നത് അന്നേരം തന്നെ തീരുമാനിച്ചു ഞാൻ 20 ഓവർ കളിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. സഞ്ജു വിചാരിച്ച് കാണിക്കും ഒരു പക്ഷേ മനസ്സിൽ അല്ലേ. റൈറ്റ്, ഇന്ന് ഞാൻ ജയിപ്പിച്ച് ഹീറോ ആയിട്ടേ പോകുന്നുള്ളൂ എന്നായിരിക്കും മനസ്സിൽ വിചാരിച്ചേക്കുന്നത് ഒരു പക്ഷേ.
അല്ലേ? അപ്പോൾ കുറേ പേരുള്ള ഒരു ആൻസറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ പുള്ളി വഴിമാറുക മുണ്ടകൾ ശേഖര ആ സ്റ്റൈലായിരുന്നു. രീതി കൂടിയാണ് ഇന്ന് കളിച്ചത്. പക്ഷേ സഞ്ജുയുടെ ഇന്നത്തെ ഇന്നിങ്സിന്റെ വേറൊരു ദർ ആർ സം തിങ്സ് ഈ സ്റ്റാർസ് അലൈൻ ചെയ്യുന്നെന്ന് പറയത്തില്ല. അതെ, ഇപ്പം ചില കാര്യങ്ങൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ടാണ് വന്നത്. അതെ, അപ്പം എല്ലാവരും ഓഫ് സ്പിൻ ഇടാൻ തുടങ്ങി. അപ്പം മനസ്സിലായി എവിടെ അറിയണമെന്നുള്ളത്. കാരണം 1, 2, 3 ഓഫ് സ്പിൻ ഇടാൻ തുടങ്ങുമ്പം അത് ഭയങ്കര പാടായിരിക്കും. ആസ് എ ടീം നമ്മളത് സ്റ്റക്കായി കിടക്കും. അതെ, സഞ്ജു വന്നോടെ ആ ഒരു പ്ലോയ് വന്നത് മാത്രമല്ല ഫോമുമായി ആ ഒരു പ്ലോയ് മാറിപ്പോയി. പിന്നെ രണ്ടാമത് എനിക്ക് അൺഫോർച്ചുനേറ്റ് ആണ് റിങ്കു സിംഗിന് അങ്ങനെ ഒരു സംഭവിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഇതിന്റെ ഏക പസിൽ, പിന്നെ അഭിഷേക് ശർമ്മയുടെ ഫോമും, ഇതിന്റെ ഏക പസിൽ സഞ്ജു മാത്രമായിരുന്നു. സോ ആക്ച്വലി അങ്ങനെ നോക്കുമ്പം ഇപ്പം അവരുടെ പ്രശ്നം സഞ്ജു അല്ല, സഞ്ജു ആണ് ആക്ച്വലി ദ സേവിയർ ഇൻ ദിസ് സെൻസ്. സോ സഞ്ജുവിനെ കൊണ്ടുവന്നു, പുള്ളി അവസാനം അത് രക്ഷിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസി രക്ഷിച്ചില്ലേ പുള്ളി? ഇന്നത്തെ ഒരു നോക്കോടെ അല്ലേ? സൂര്യകുമാർ യാദവ് പറഞ്ഞേക്കുന്ന എന്തുവാണ്, ഞാൻ ആർക്ക് പേരാണ് കൊണ്ടുവരേണ്ടത്, തിലക് വർമ്മയ്ക്കോ അതോ അഭിഷേക് ശർമ്മയ്ക്കോ അല്ലേ? സഞ്ജുവിനെ എവിടെ കൊണ്ടുവരണ്ടേ? ജേർണലിസ്റ്റിനോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു. എനിക്കൊരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അങ്ങനെയല്ലായിരുന്നു പറയേണ്ടിരുന്നത്. പുള്ളി ചൂസ് ചെയ്ത വേർഡ്സ് ഇച്ചിരി ഹാഷായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനൊക്കെ ഒരു ആൻസറായിട്ടാണ് ഇന്നത്തെ ഇന്നിങ്സ് തോന്നിയിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പം സഞ്ജു ഈസ് ഓൾവേസ് ഹാഡ് ദിസ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഓപ്പർച്യൂണിറ്റി അടുത്ത് വരുമ്പോൾ പുള്ളിക്ക് കിട്ടത്തില്ല. അത് തന്നെയാണ് പുള്ളിയുടെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിലും പുള്ളി പറഞ്ഞത്. ഞാൻ പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ കളികൾ ഈ വിരാട് കോഹ്ലിയും മറ്റു ആൾക്കാർ കളിക്കുന്നത് ഡഗ്ഔട്ടിൽ നിന്ന് കണ്ടുകൊണ്ടാണ് കളിച്ചെന്നാണ് പുള്ളി എക്സ്പീരിയൻസ് ഫാക്ട്. പക്ഷേ അതിലൊരു ഹിഡൻ കോഡില്ലേ? അതായത് പുള്ളി പറഞ്ഞത് എനിക്ക് കളിക്കാൻ സാധ്യത ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ ഇവരെ ബെഞ്ചിലിരുന്ന് കണ്ടിട്ടുന്നില്ല ഉള്ള രീതി കൂടിയാണ് പുള്ളി പറഞ്ഞത്. അപ്പം അവിടെയും പുള്ളി സെലക്ടർമാരോട് ചെറിയൊരു ഹിൻ്റാണ് പറഞ്ഞത്. എനിക്ക് അവിടെ ഇരുന്ന് കളിക്കാമെങ്കിൽ ഇവിടെ ഇരുന്ന് വേറെ കളിയായിരിക്കും ഞാൻ കളിക്കുന്നത്. റൈറ്റ്. നൗ ഇറ്റ്സ് ആൻ ആൻസർ, റൈറ്റ്? ബാറ്റും കൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ആൻസർ. ആൻഡ് ഇതിൽ കൂടുതൽ പുള്ളിക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഇന്ത്യനെ സെമി ഫൈനൽസിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യനായിട്ട് മാറി. ഈ വർഷത്തെ സിംബാബ്വേയുടെ കളി കാരണം സൈലൻസ് അടിക്കാൻ കമൻസ് ഇല്ല. കറക്റ്റ്. ഈഡൻ ഗാർഡൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ നടക്കുന്ന അഹമ്മദാബാദ് അല്ലേ? റൈറ്റ്. അവിടെ തീർച്ചയായിട്ടും പാറ്റ് കമിൻസിനെ നമുക്ക് ഈ പ്രാവശ്യം മിസ് ചെയ്യും. ഓസ്ട്രേലിയ നേരത്തെ ഇറങ്ങിപ്പോയതുകൊണ്ട്. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഇല്ലെങ്കിലും സൗത്ത് ആഫ്രിക്ക ഉണ്ട്. അതെ, സൗത്ത് ആഫ്രിക്കയാണ് ഇപ്പോൾ അടുത്ത ടോപ്പ് ടീം. നമുക്കിപ്പം മിക്കവാറും ഇനിയിപ്പോൾ അടുത്ത കളി ഇംഗ്ലണ്ടായിട്ടാണ്. അതെ. ആൻഡ് ഇംഗ്ലണ്ടും അതും ഒരു ഈവൻലി മാച്ച് ടീമാണ്. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ബോളിംഗ് വേണം, പക്ഷെ ബാറ്റിംഗ് വൈസ് ഇംഗ്ലണ്ടും നല്ല. അതെ, അവരുടെ എനിക്ക് തോന്നിയേക്കുന്ന ഒരു റിസ്ക്കുള്ള ഫാക്ടർ ആപ്പാടെ അവരുടെ ഓപ്പണിംഗ് മാത്രമാണ്. അവർ ശരിയായിട്ട് ക്ലിക്കായിട്ടില്ല ഓപ്പണിംഗ്. ബാക്കി ഫീൽഡിംഗ് ആകട്ടെ ബോളിംഗ് ആകട്ടെ ജോഫ്ര ആർച്ചറും പിന്നെ ആ സ്പിന്നർ നമ്മുടെ ആദിൽ റഷീദ് അവർ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. സോ അതൊരു ഈ വാങ്കഡെ ടോസ് ഭയങ്കര ഒരു ഫാക്ടറായിട്ട് തോന്നുന്നുണ്ടോ സെമിയിൽ? സോൾട്ട് ആൻഡ് ബട്ട്ലർ ഈസ് കൺസിഡർഡ് ദ ബെസ്റ്റ് ഓപ്പണിംഗ് പെയർസ് ഇൻ ദ വേൾഡ് അറ്റ് ദിസ് പോയിന്റ്. അതെ, നമ്മുടെ തന്നെ സഞ്ജു സാംസണും അഭിഷേകും ഇപ്പോഴത് സെറ്റായത്. അതെ, പക്ഷെ ഇവർ നേരത്തെ സെറ്റായ ആൾക്കാർ, അവരുടെ റോൾസ് വളരെ ക്ലിയറാണ്. ഐ തിങ്ക് ദ ലോ ഓഫ് ആവറേജസ് വിൽ കിക്ക് ഇൻ. മീനിങ് നമുക്കൊരു ഇത്ര പ്രാവശ്യം തോക്കാൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും അമ്മാർ ക്ലിക്ക് ചെയ്യും. അമ്മാർ ക്ലിക്ക് ചെയ്യുന്നേക്കാൾ അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ. അങ്ങനെ ഒരു വിഷയം ക്ലിക്കാകാതിരിക്കട്ടെ. സോൾട്ട്, എസ്പെഷ്യലി സോൾട്ട്, ബട്ട്ലർ, ഇഫ് ദേ സ്റ്റാർട്ട് ഗോയിങ് ഫസ്റ്റ് 5 overs 60-70 runs ഈസിലി വരും. വാൻകഡയിൽ അമ്മാർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 10-250 അടിക്കാനുള്ള ടീമാണ് ഇംഗ്ലണ്ട്. അതാണ് നമ്മുടെ പേടി. തീർച്ചയായിട്ടും മുംബൈ പോലത്തെ ഒരു പിച്ചിൽ അടി ഉറപ്പാണ്. അപ്പം ഹൈ ചേസിംഗ് ആണ്. ഹൈ ചേസിങ് എന്തായാലും. രണ്ടാമത്തെ ബാറ്റ് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? ടോസ് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും നല്ലത്? അല്ല, ഇറ്റ് ഈസ് ഈസിലി ഗുഡ് ബാറ്റിംഗ് ട്രാക്ക്.
ഫോർ ബോത്ത് സൈഡ്സ്. അല്ല, ഈ ലീവ് ഫാക്ടർ എപ്പോഴും ഒരു പ്രശ്നമല്ലേ? അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് ഉണ്ട്. റിഗാർഡ്ലെസ് മുംബൈ പോവുകയാണെങ്കിൽ നമുക്ക് അടി ഉറപ്പാണ്. ബോളിംഗ് ആണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്ത് എപ്പോഴേലും നമുക്ക് അടി ഉറപ്പാണ്. സോ ഐ തിങ്ക് കുൽദീപ് യാദവ് മൈറ്റ്, ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഒരു ഡിഫൻസ് വരുത്താൻ ചാൻസ് ഉള്ള ഒരു എക്സ് ഫാക്ടർ കുൽദീപ് യാദവ് ആണ് നിങ്ങളുടെ ഇതിൽ. ഞാൻ അങ്ങനെ, ബിക്കോസ് അവർ വരുൺ ചക്രവർത്തിക്കായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. കുൽദീപ് യാദവിനെ കൊണ്ട് ലെഫ്റ്റ് ആമർ എന്നൊരു ദാറ്റ്സ് ദി ഓൺലി ചേഞ്ച് ഐ വുഡ് മേക്ക്. ബട്ട് അവർ ചെയ്യത്തില്ല. നമ്മളെ ഇന്ത്യൻ ടീം അനുസരിച്ച് ഇത് തന്നെ അവർ ജയിച്ച കളിയാണ്, അവർ അങ്ങനെ തന്നെ പോകത്തുള്ളൂ. അവർ പക്ഷെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ആക്ച്വലി അമേരിക്ക ജയിക്കേണ്ട കളിയായിരുന്നു ഇന്ത്യ ആയിട്ട്. അത് വളരെ ടൈറ്റ് കളിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. 96-6 അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ എവിടെയാണ് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അല്ലേ? അത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ സ്കോർ രാവിലെ എന്നിട്ട് നോക്കുമ്പോൾ 96-6 ആണ് ഇന്ത്യ. എവിടെയാണ് അവിടെ മിസ്റ്റേക്ക് പറ്റി അവർക്ക്? സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് മിസ്സായി. അതില്ലെങ്കിൽ ഇന്ത്യ ഇവിടെ പിന്നെ അണ്ടർ 120-130 പിന്നെ നമ്മൾ ആ കളി പോയേനെ. പിന്നെ നമ്മൾ പാകിസ്ഥാനായിട്ട് കളിച്ചെന്നെ. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അങ്ങ് തീർന്നേനെ. അപ്പം അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട്, അത് സ്കൈയുടെ ഒരു പ്രത്യേകതയാട്ടോ. പുള്ളി അതെങ്ങനെയോ നമ്മളെ അത് ക്രോൾ ചെയ്തെടുത്തു. നമുക്ക് സൂപ്പർ 8 കഴിഞ്ഞു, റൈറ്റ്? ഇപ്പം സെമി ഫൈനലിസ്റ്റ് കുറേ ടീംസ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. 4 ടീം വന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ഇന്ത്യ. അപ്പം ഇവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തൊക്കെ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ? എന്നാ തോന്നുന്നു? സോ സൗത്ത് ആഫ്രിക്ക, there is very little weakness for them at this point. എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ വേൾഡ് കപ്പ് ജയിക്കാൻ. കാരണം ഇന്ത്യനെ വന്നിട്ട് ഇന്ത്യ തന്നെ 10-70 റണ്ണിന് തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതെന്താ അത്ര വലിയൊരു ഡിഫറൻസ് തോക്കാൻ കാരണം? നമുക്കെന്താ മിസ്റ്റേക്ക് പറ്റി? അവർ ടാക്ടിക്കലി വെരി ഗുഡ് ആയിരുന്നു ആ കളിയിൽ. പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഭയങ്കര അവർ ഓരോരോ ബോളേഴ്സിന്റെയും ടാക്ടിക്സ് വളരെ എവിഡന്റ് ആയിരുന്നു. ഭയങ്കര അവർ ആ സെയിം ടീം വെച്ചായിരിക്കും ഫൈനൽ കളിക്കുവാണെങ്കിൽ. ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും സെയിം ടീം ആയിരിക്കും അല്ലേ? ഇത് എനിക്ക് തോന്നുന്നത് സൗത്ത് ആഫ്രിക്കക്ക് ഒരു കേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം പോയി. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പോടെ അമ്മ പോയി. ഇനിയിപ്പം കപ്പായിരിക്കും. ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ പോലെ. പക്ഷെ ഒരു ഫാക്ടർ ഉണ്ട് ബ്രോ, മലയാളിയുണ്ട് ഈ പ്രാവശ്യം ടീമിനകത്ത്. നമ്മൾ മലയാളി ഏതൊക്കെ വർഷം ടീമിനകത്തുണ്ടോ അന്നെല്ലാം നമ്മൾ വേൾഡ് കപ്പ് പഠിച്ചിട്ടുണ്ട്. 1993 അത് കഴിഞ്ഞ് ശ്രീശാന്ത് ഉണ്ടായിരുന്ന സമയങ്ങളിൽ. ഈ പ്രാവശ്യം ആരാ ഉള്ളത്? സഞ്ജു. നമ്മൾ തന്നെ അടിക്കുകയുള്ളൂ. ഇന്ത്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ സൗത്ത് ആഫ്രിക്ക. നിങ്ങളെ പറഞ്ഞ എൻ്റെ മനസ്സിൽ ഇന്ത്യയാണ്, പക്ഷെ ലോജിക്കലി ഐ തിങ്ക് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും വരത്തില്ല എന്നാണ് എൻ്റെ ഒരു. അത് ശരി. സോ സൗത്ത് ആഫ്രിക്ക ഗ്രേറ്റ് ബാറ്റിംഗ്, ഗ്രേറ്റ് ബോളിംഗ്, ടാക്ടിക്കലി വെരി ഗുഡ്. അവർക്ക് വീക്ക്നെസ് എന്ന് കുറവാണ്. മേ ബി 1 or 2 ബോളേഴ്സ് ഹിയർ ആൻഡ് ദെയർ, പക്ഷേ അത്രേ ഉള്ളൂ. ബാക്കി അവരുടെ എല്ലാ ടീമിനെ അവർ വൺ തിങ് ദാറ്റ് ഇസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എല്ലാ കളിയും മറ്റൊരു ടീമിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് ജയിച്ച. ക്ലോസ് ഗെയിംസ് ഇല്ല അവർക്ക്. ഒരു കളി പോലും തോറ്റിട്ടുമില്ല, ക്ലോസും അല്ല. അതെ. അപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 5 runs 3 runs അല്ലെ ലാസ്റ്റ് ബോള് അങ്ങനെ വന്നിട്ടേ ഇല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ February 9th കാനഡ ആയിട്ട് 57 റൺ, ന്യൂസിലൻഡ് ആയിട്ട് 7 വിക്കറ്റ് ജയിച്ചു, UAE ആയിട്ട് 6 വിക്കറ്റ്, ഇന്ത്യ ആയിട്ട് 76 റൺസിൽ ഇന്ത്യ ആയിട്ട് ജയിച്ച, വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് 9 വിക്കറ്റ്. ഹ്യൂജ് മാർജിൻ ആണ്, എല്ലാം ഹ്യൂജ് മാർജിൻസ്. സോ അവർക്ക് അല്ല, അതൊരു ഗുഡ് ഫാക്ടർ അല്ല, അവരുടെ നല്ലതാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ കൺസേണിങ് ആണ് എന്നെ സംബന്ധിച്ചോളം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൺസേൺ എനിക്കിപ്പോൾ ഉള്ളത് ഫീൽഡിംഗ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഈ സൂപ്പർ 8 കയറിയിരിക്കുന്നതിൽ ഏറ്റവും ക്യാച്ച് എഫിഷ്യൻസി കുറവുള്ള ഒരു ടീമാണ് ഇപ്പം. എങ്ങനെയൊക്കെ കയറി, പക്ഷേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫീൽഡായിരിക്കും അത്. 72% ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. ഞാനൊരു കാര്യം പറയാം. സൗത്ത് ആഫ്രിക്കയുടെ ലാസ്റ്റ് 3 ICC ഇവൻസ് നോക്കും. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവർ ജയിച്ചു, വുമൻസ് വേൾഡ് കപ്പ് they were there,
ഇനിയിപ്പോൾ ഇതും റൈറ്റ് കഴിഞ്ഞ T20 വേൾഡ് കപ്പിലും അവർ ഫൈനൽസിൽ അവർ കോൺസ്റ്റൻ്റ്ലി ഫൈനൽസിലുണ്ട്. ലോ ഓഫ് ആവറേജസ് അഗെയിൻ കിക്സ് ഇൻ. എവിടെയെങ്കിലും അവർക്കത് കിട്ടും. കാരണം ഒരു ട്രോഫി മാത്രമല്ല, അവർക്ക് പല ട്രോഫീസാണ് ഫൈനൽസിൽ പോയി മിസ് ചെയ്യുന്നത്. ഒരെണ്ണം ഓൾറെഡി കിട്ടി. സോ സൗത്ത് ആഫ്രിക്ക ഇസ് എ സ്ട്രോങ് കണ്ടക്ടർ റൈറ്റ് ഓവർ ദാറ്റ്. ഇംഗ്ലണ്ടിന് എന്തായിരിക്കും വിഷയം? അവർക്ക് സെമി ഫൈനലിൽ ഇന്ത്യ ആയിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഓഡിയൻസ് ഫാക്ടർ ഒരു ബിഗ് സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? ഹോം കണ്ടീഷൻസ് ഓൾവേസ് മാറ്റർ റൈറ്റ്. അല്ലെ, ഹോം കണ്ടീഷൻ അവർ എത്ര വർഷങ്ങളായിട്ട് കളിക്കുന്നത്? ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മുടെ ഓഡിയൻസ് ഇന്ത്യ ആയിരിക്കുമല്ലോ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണെങ്കിലും. അപ്പം അതൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ എപ്പോഴും നിങ്ങൾക്ക് കളി കണ്ടപ്പോഴത്തേന്? ഇല്ല, വാൻകടയിലാണ്, മുംബൈയിലാണ്. അതെ. സോ ഡെഫിനറ്റ്ലി ഇംഗ്ലണ്ടിനാണ്. ഇംഗ്ലണ്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടാനില്ല. ഇല്ല. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മളാണ് ജയിച്ചേക്കുന്നത്. ഐ മീൻ അതിന് മുന്നേ അവര് ജയിച്ചേ അല്ല, ഞാൻ പറഞ്ഞ വേൾഡ് കപ്പിന്റെ ഇല്ല, അതിന് മുന്നത്തെ വേൾഡ് കപ്പ് അവരെ ജയിച്ചേ 2017 അവരാണ്. നമ്മളാ കോഹ്ലിയുടെ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് 2017 അല്ല 2021 അവരാണ് ജയിച്ചത്. സോ ഇംഗ്ലണ്ട് ഇറ്റ്സ് ഓൾവേസ് ഡു ഓർ ഡൈ റൈറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പക്ഷേ അന്നത്തെ T20 വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ a set of players can play and they can change the game. ഇംഗ്ലണ്ടിൽ അതുണ്ട്, ഇന്ത്യയ്ക്കും ഉണ്ട്, ഇംഗ്ലണ്ടിൽ അതുണ്ട്. സോ ഇറ്റ്സ് എ വെരി ക്ലോസ് മാച്ച്. പക്ഷേ ഹോം കണ്ടീഷൻസ് കാരണം മാത്രമാണ് പിന്നെ നമ്മുടെ കൺട്രി. സോ ദാറ്റ്സ് വൈ ഐ ബാക്ക് ഇന്ത്യ. ബട്ട് ഇംഗ്ലണ്ട് ഇസ് എ വെരി സ്ട്രോങ് ടീം. സോ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ എന്തായിരിക്കും അവരുടെ വീക്ക്നെസ്? എന്താണ് വിഷയം? അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാമല്ലോ. അവരുടെ ബോളിങ് എക്കണോമിക്കലായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയേക്കുന്നത്. അല്ല, അവരുടെ സീം അറ്റാക്ക് ഭയങ്കര നല്ലതാണ് റൈറ്റ്. എല്ലാ ടീമിനെയും അവരുടെ ആ ടോപ്പ് 2 ബോളേഴ്സ് എപ്പോഴും എടുക്കും റൈറ്റ്. സോ ദാറ്റ്സ് എ ബിഗ് ഫാക്ടർ. എസ്പെഷ്യലി ഇപ്പം ന്യൂസിലാൻഡ് ഇപ്പം കളിക്കുന്ന സൗത്ത് ആഫ്രിക്ക ആയിട്ടാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്ക ഓൾസോ ബാറ്റ്സ് ഡീപ്പ്. സോ ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ദാറ്റ്. ബട്ട് they can equally choke them too. ഇത് പെർസെൻറ്റേജ് വൈസ് നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്ക തന്നെയാണ് എപ്പോഴും പറയുന്നത്? 70-30 പറയുന്നത്. 70-30 എന്ന് പറയത്തുള്ളൂ. തിരിച്ച് ഇന്ത്യ ഇംഗ്ലണ്ട് കളിയിലോ 50-50 എങ്കിലും പറയാൻ പറ്റുമോ? 60-40 എന്ന് പറയാം. ഇന്ത്യ 60. 60. പക്ഷേ ഫൈനൽസ് ഇവർ രണ്ടുപേരും ആണെങ്കിൽ അത് 50-50 ആയിരിക്കും തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഐ വുഡ് ആക്ച്വലി സേ അല്ല പിന്നെ എന്നാ രസം ഇപ്രാവശ്യം പാകിസ്ഥാൻ ഇല്ലല്ലോ. പാകിസ്ഥാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ത്രിൽ ഇല്ലല്ലോ. അല്ല, പാകിസ്ഥാനും ഇല്ല, ഓസ്ട്രേലിയയും ഇല്ല. സോ ദീസ് ആർ ദ 2 countries that we want to be sure that they're not there. But yeah. പിന്നെ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു. നമ്മൾ ഇന്ത്യയെ സെമി ഫൈനൽ വരെ എത്തിച്ചു. സംസാരിച്ചാണെങ്കിലും സഞ്ജുവിൻ്റെ ഇന്നത്തെ നോക്ക് മനസ്സിൽ നിന്ന് അടുത്തൊന്നും പോകത്തില്ല. നമുക്ക് ഫൈനൽ വരുമ്പോൾ സംസാരിക്കാൻ ഇതുപോലെ കൂടെ കാണുമോ നിങ്ങൾ? ആദ്യമേ സെമി ഫൈനൽസ് നമ്മൾ ജയിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയില്ല ഞങ്ങൾ. ജയിക്കും എന്ന് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെയും സെമി ഫൈനൽസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം ഫൈനൽസിനെ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദിൽഖുഷ്, a sweet from the heart. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾക്കായി ഒരിടം. മൈക്ക് മെയ്ഡ് സ്റ്റുഡിയോ.